നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളും ആണ്. എല്ലാ സർവീസസും ഇവിടെ നോക്കാൻ ഡോക്ടറും ഫുൾ ടൈം അവൈലബിൾ ആണ്. പിന്നെ ബാക്കി സ്റ്റാഫ്സ് ആയാലും എല്ലാം. ഉദ്ദേശിക്കുന്നത് ആരോഗ്യമുള്ള കുഞ്ഞിനായി ആരോഗ്യമുള്ള അമ്മ. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുക, ഫുഡ് ആണെങ്കിലും എല്ലാ വയസ്സും അവരെ ഓക്കെ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് കുറഞ്ഞ റേറ്റിൽ തന്നെ അവർക്ക് അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. വരുമ്പോൾ ആയുർ ക്ലിനിക്കിന്റെ കീഴിൽ നമുക്ക് വരുന്നത് ഉഴിച്ചിൽ വരുന്നുണ്ട്, കിഴി, അതായത് ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്കൊക്കെ കിഴി സൗകര്യമുണ്ട്. ഇലക്കിഴി, പൊടിക്കിഴി തുടങ്ങിയ കിഴികളൊക്കെ നമ്മൾ കൊടുക്കും. നമ്മുടെ ട്രീറ്റ്മെന്റ് പാത്തിയാണ്, ഇത് സ്റ്റീം ബോക്സ് ആണ്. ഇപ്പൊ നോർമൽ കേസിൽ നമ്മളിപ്പോ ബാക്ക് പെയിൻ അല്ലെങ്കിൽ വെൽനെസ് എന്നുള്ള രീതിയിൽ ഉഴിച്ചിൽ വരുന്നുണ്ട്, ഫേസ് പാക്ക് വരുന്നുണ്ട്, ഡെയിലി വരുന്ന കാര്യങ്ങളാട്ടോ. അതേപോലെ മുടി പോക്കറ്റ്സിൽ വരുന്നുണ്ട്, അഞ്ജന അപ്ലിക്കേഷൻ തുടങ്ങിയ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഒരു പാക്കേജിൽ ഒരു കിഴി ഇൻക്ലൂഡഡ് ആണ്. ഞാനിപ്പോ നിൽക്കുന്നത് നിലമ്പൂർ മമ്പാടട്ടോ. അതെ കണ്ടോ, നമ മദർ കെയർ, അതായത് പ്രസവം കഴിഞ്ഞാൽ കുട്ടിനെ അമ്മനെ കെയർ ചെയ്യുന്ന ഒരു സെന്ററാണ്. നമ്മൾ സുഹൃത്ത് തുടങ്ങിയാണ്. ഡോക്ടർ ബാക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് മെല്ലെ ഈ മൈക്കൊന്ന് വെക്കുവോ, മറിച്ചിട്ട് നിന്നില്ലേ? ഡോക്ടർ വിസ്മയ അല്ലേ? ഡോക്ടർ വിസ്മയ, നമ്മളെ ഈ വീഡിയോയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കോ? ഓക്കെ, നമ്മള് 7, 14, 21, 30, 40 ദിവസത്തെ പാക്കേജസ് ആണ് കൊടുക്കുന്നത്. ഇതില് അമ്മയ്ക്ക് 8 നേരത്തെ ഫുഡും വൈസ് സ്റ്റാൻഡർക്ക് 4 നേരത്തെ ഫുഡും, അതുപോലെ തന്നെ ഒരു 7 വയസ്സിന് താഴെയുള്ള പ്രായമുള്ള കുട്ടിക്ക് നമ്മള് ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ലോണ്ടറി സർവീസ്, അമ്മയുടെയും കുട്ടീന്റെയും ഡ്രസ്സുകൾ നമ്മൾ അലക്കി ഉണക്കി കൊടുക്കുന്നുണ്ട്. ഡെയിലി ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ടാവും. അതിന്റെ അണ്ടറിൽ നമുക്ക് ഉഴിച്ചിൽ വരുന്നുണ്ട്, ഫേസ് പാക്ക് വരുന്നുണ്ട്, ഡെയിലി വരുന്ന കാര്യങ്ങളാട്ടോ. അതേപോലെ മുടി പോക്കറ്റ്സിൽ വരുന്നുണ്ട്, അഞ്ജന അപ്ലിക്കേഷൻ തുടങ്ങിയ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഒരു പാക്കേജിൽ ഒരു കിഴി ഇൻക്ലൂഡഡ് ആണ്. അത് ഒരു കിഴി എന്ന് പറയുമ്പോൾ 3 ഡേയ്സ് കിഴി കൊടുക്കാറുണ്ട്. പിന്നെ വരുന്നത് അമ്മയുടെ വേദുകുളി, അതായത് കഷായക്കുളി. കുട്ടീനെ കുളിപ്പിക്കാനും നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റുകൾ കാര്യങ്ങളുണ്ട്. പിന്നെ പ്രസവശേഷം നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്ന മെഡിസിൻസ്, മുക്കിടി, അരിഷ്ടം, കഷായം, ഇതൊക്കെ നമ്മള് കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾക്ക് ഉഴിച്ചിൽ നടത്തണമെങ്കിലുള്ള അതിനുള്ള സൗകര്യം ഉണ്ട്. സാധാരണക്കാരന് വരുന്ന ഏതൊരു അസുഖം, അതായത് നമുക്ക് വാതരോഗങ്ങള്, മുട്ടുവേദന, കാലുവേദന, ഊരവേദന ഇങ്ങനെ തുടങ്ങിയ രോഗങ്ങൾക്കും, അതുപോലെ തന്നെ GIT ഇഷ്യൂസും റെസ്പിറേറ്ററി ഇഷ്യൂസും, അങ്ങനെ എല്ലാ വിധം സിസ്റ്റം വൈസ് അസുഖങ്ങൾക്കും നമ്മളിവിടെ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ആളുകൾക്ക് വന്ന് നിന്ന് എടുക്കാം എന്നുള്ളതാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയുർ ക്ലിനിക്കും ഉണ്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള നമ്മള് അസുഖങ്ങൾ, സിസ്റ്റമിക് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ജനറൽ കൺസൾട്ടേഷൻ ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് നമുക്ക് അഡ്മിറ്റും കാര്യങ്ങളും വരാറുണ്ട്. അതിവിടെ നിർത്തി കിടത്തി ചികിത്സ ചെയ്യാറുണ്ട്. അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ വെൽനെസ് എന്നുള്ള രീതിയിൽ വന്നിട്ട് ഒഴിഞ്ഞു പോവുക എന്നുള്ളത് നമ്മൾ ചെയ്യാറുണ്ട്. ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ രീതിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് വൈസും നമ്മൾ ചെയ്യാറുണ്ട്. സെപ്പറേറ്റ് ലേഡീസും ജെൻസും ആയിട്ട് നമുക്ക് തെറാപ്പിസ്റ്റുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. നിങ്ങളെ കാണേണ്ട സമയമല്ലേ, നിങ്ങളെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട സമയം എപ്പോഴാണെന്ന് പറഞ്ഞു കൊടുക്കണം. അത് നമ്മള് ബുക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ കൂടുതൽ പ്രഗ്നൻസി ആയി കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് ബുക്കിംഗ് വരുന്നുണ്ട്. ഒരു വിളിച്ച് പറയാറുണ്ട്, ഡെലിവറി കഴിഞ്ഞിട്ട് ഇത്ര ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ അപ്പൊ തൊട്ട് നമ്മൾ ബുക്ക് ചെയ്താ അവർക്ക് ഈ റൂം മാറ്റി വെച്ചിരിക്കും. നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെ എല്ലാ വീഡിയോയിലും പറയുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എന്നോട് എന്താ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര റേറ്റ്, സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ്. റേറ്റ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ആരോഗ്യമുള്ള കുഞ്ഞിനായി ആരോഗ്യമുള്ള അമ്മ. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുക, ഫുഡ് ആണെങ്കിലും എല്ലാ വയസ്സും അവരെ ഓക്കെ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് കുറഞ്ഞ റേറ്റിൽ തന്നെ അവർക്ക് അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ നമ്മളിപ്പോ ഒരു 30 ഡേയ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 55,500 ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. 30 ഡേയ്സിന് 55,500, 40 ഡേയ്സിന് 68,000 എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഫ്ലോറിലും ഓരോ ട്രീറ്റ്മെന്റ് റൂം ഉണ്ട്. അവരുടെ സൗകര്യത്തിന്, അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് പോകാൻ സൗകര്യത്തിന് ഓരോ ഫ്ലോറിലും നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് റൂം വെച്ചിട്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, ഡോക്ടർ വിസ്മയ 24 മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ടാവും. എന്ത് ആവശ്യത്തിന് ഏത് സമയത്ത് വന്നാലും ഉണ്ടാവുമല്ലോ അല്ലേ? എന്തെങ്കിലും എമർജൻസി കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കാറുള്ളത്. റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇത് നമുക്ക് 1 BHK ആയിട്ടുള്ള റൂംസ് ആണ്. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സിറ്റ് ഔട്ട് വരും, പിന്നെ ഒരു ഡൈനിങ് ഏരിയ വരും. ഞാൻ കാണിച്ചു തരാം കേട്ടോ, തന്നോളൂ. ഒരു ചെറിയ ഡൈനിങ് ഏരിയ, സ്റ്റുഡിയോ സെറ്റപ്പ് ആണ്. അത് 1 BHK ആണ്. ഇവിടെ ടേബിൾ ഉണ്ട് അല്ലേ? ഒരു ചെറിയ ഡൈനിങ് ഏരിയ പോലെ വരും. TV, അതുപോലെ സോഫയും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ബെഡ്റൂമിൽ നമുക്ക് AC, non-AC റൂംസ് അവൈലബിൾ ആണ്. അതില് അമ്മയ്ക്കും കുട്ടിക്കും ഒരു ഡബിൾ കോട്ട്, സിംഗിൾ കോട്ട് ബൈസ്റ്റാൻഡർക്കും ആണ്. പിന്നെ വാഷ്റൂം
ഓക്കെ. അയ്യോ വാഷ്റൂം, പിന്നെ ഇങ്ങനെ വരുമ്പോ കിച്ചണിലേക്കുള്ള ജസ്റ്റ് ഒരു കിച്ചൺ എന്നുള്ളതാണ്. ഇതിവിടെ നമ്മൾ ആളുകൾ താമസിക്കുന്ന റൂംസ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ സാധനങ്ങള്. പിന്നെ നമുക്ക് ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്, അപ്പുറത്തെ ഒരു ചെറിയ തോട് സെറ്റപ്പ് ഉണ്ട്, കുട്ടികളൊക്കെ കളിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. ഓക്കെ, അടിപൊളി. ആയുർ ക്ലിനിക് എന്ന് വരുമ്പോൾ ആയുർ ക്ലിനിക്കിന്റെ കീഴിൽ നമുക്ക് വരുന്നത് ഉഴിച്ചിൽ വരുന്നുണ്ട്, കിഴി, അതായത് ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്കൊക്കെ കിഴി സൗകര്യമുണ്ട്, ഇലക്കിഴി, പൊടിക്കിഴി തുടങ്ങിയ കിഴികളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ ഈ സ്ട്രെസ് റിലീഫിനൊക്കെ നമ്മൾ ധാരകള് ചെയ്യാറുണ്ട്. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണെങ്കിലും ഒരു പേഷ്യന്റിന് 2 തെറാപ്പിസ്റ്റ് വീതം വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പൊ അവര് മാക്സിമം അവര് 2 ഭാഗത്ത് നിന്നിട്ട് ഉഴിഞ്ഞിട്ട് റെഡിയാക്കാറുണ്ട്. നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇവരൊക്കെ അതിന്റെ ആളുകളാണ്, തെറാപ്പിസ്റ്റുകളാണ്. എന്താ തൈലൊക്കെ ആയിട്ട് ഇറങ്ങിയാണോ? ഒരഭി വിളിക്കുന്നുണ്ട്. ഇവിടെ ആണല്ലേ? ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പാത്തിയാണ്. ഇത് സ്റ്റീം ബോക്സ് ആണ്. ഇപ്പൊ നോർമൽ കേസിൽ നമ്മളിപ്പോ ബാക്ക് പെയിൻ അല്ലെങ്കിൽ വെൽനെസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റിന് ഉഴിഞ്ഞ് വന്നെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളൊരു 45 മിനിറ്റ്സോളം നമ്മൾ പാത്തി കിടത്തിയിട്ട് ഫുൾ ബോഡി ഉഴിച്ചിൽ ചെയ്യും. അവർക്ക് വേദന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സോളം നമ്മൾ സ്റ്റീം ബോക്സിൽ പുഴുങ്ങിയെടുക്കും. സ്റ്റീം ബോക്സിൽ ഇരുത്തും. ഇത് അബി, ഇവരാണ് ഇവിടുത്തെ തെറാപ്പിസ്റ്റ് കേട്ടോ. എവിടെയായിരുന്നു മുമ്പ് ചെയ്തിരുന്നത്? ഹൈദരാബാദിലായിരുന്നു. ഓക്കെ, ഞാൻ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. ഒന്ന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന സ്ഥലം. അങ്ങാടി അടുത്തുണ്ട്, ടൗണും അടുത്തുണ്ട്. അതെ. അതാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ ഈവനിങ് ആണെങ്കിലും പേഷ്യൻസ് ഒന്ന് റിലാക്സ് ചെയ്യാന്. പിന്നെ പ്രത്യേകം നമുക്ക് പറയാനുള്ളത് ഈവനിങ്ങില് നമ്മൾ യോഗ സെക്ഷനും ചെയ്യാറുണ്ട്. കാരണം ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവാനന്തരം പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അവർക്ക് ഡിപ്രഷൻ ഒക്കെ ഒന്ന് ഇതാക്കിയിട്ട് മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈവനിങ് സെക്ഷൻ ആയിട്ട് യോഗ പ്രാണായാമം കൊടുക്കാറുണ്ട്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് വരുന്ന ഒരു പ്രതീതി എന്തായാലും ഉണ്ടാവും. അത് വിസ്മയാണെങ്കിൽ എല്ലാം സെറ്റാണ്. നമ്മളെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നവാസ് ഭായി കൊടുക്കാമല്ലോ അല്ലേ? കൊടുക്കാന്ന് പറഞ്ഞിട്ടോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് കൊടുക്കാം. വിഷു പ്രമാണിച്ചിട്ട് ഒരു അടിപൊളി ഡിസ്കൗണ്ട് തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഷഹന ഇപ്പൊ 15 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. സോഫാർ നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളും ആണ്. എല്ലാ സർവീസസും ഇവിടെ നോക്കാൻ ഡോക്ടറും ഫുൾ ടൈം അവൈലബിൾ ആണ്. പിന്നെ ബാക്കി സ്റ്റാഫ്സ് ആയാലും എല്ലാം ഓണർ ആയാലും എല്ലാം ഒരുപോലെ നമുക്ക് ഫ്രണ്ട്ലി നമുക്ക് തുറന്നു പറയാൻ പറ്റും. നമുക്ക് അങ്ങനെ എല്ലാ ആവശ്യങ്ങളും തന്നെ നമ്മൾ മാക്സിമം കംഫർട്ട് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മള് ഒരു ബൈസ്റ്റാൻഡർ ആണ്. ഉമ്മ എന്തായാലും മോളെ നോക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫുൾ ബോഡി ഒഴിച്ചിലെടുത്തിട്ടുണ്ട്. കൂടെ വരുന്ന ആൾക്കാർക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭർത്താവാണെങ്കിലും ഇവിടെ ആണുങ്ങൾക്കാണെങ്കിലും സൗകര്യങ്ങളുണ്ട്. നല്ല ഓക്കെ അല്ലേ? എല്ലാം കുഴപ്പമൊന്നുമില്ല, അടിപൊളിയല്ലേ? ഈ പറഞ്ഞൊക്കെ വിസ്മയം പറഞ്ഞൊക്കെ ശരിയല്ലേ? മോള് പ്രസവിച്ച് ഞങ്ങള് 2 മാസം നിന്നു. വീണ്ടും മരുമോള് നോമ്പിന്റെ തലേന്ന് മോളെയും കൊണ്ട് പോയത്. അപ്പൊ രണ്ടാമത് വീണ്ടും കൊണ്ട് വന്നു അല്ലേ? ഓക്കെ ശരി. ഇവിടുത്തെ എന്താ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം. ഈ ഡോക്ടർ പറഞ്ഞാൽ കറക്റ്റ് ആണല്ലോ അല്ലേ? കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ. ഫുഡൊക്കെ എന്താ പാട്? ഫുഡൊക്കെ അടിപൊളിയാണല്ലേ? ഫുഡിന്റെ കേസ് പറയുമ്പോൾ നമ്മള് 8 ടൈംസ് ഫുഡ് കൊടുക്കുന്നു പറഞ്ഞല്ലോ. അത് കറക്റ്റ് ആ ടൈമില് തെറാപ്പിസ്റ്റുകൾ റൂമിൽ എത്തിക്കും. അങ്ങോട്ട് റൂമിൽ തന്നെ എത്തിക്കും. കറക്റ്റ് സമയത്ത് തന്നെ കിട്ടുന്നുണ്ടല്ലേ? നമുക്ക് വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തിയാളാ. എന്താണ് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ എന്തായാലും പ്രസവരക്ഷ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്തു തരും. ട്രീറ്റ്മെന്റ് വൈസ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ലോണ്ടറി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ അത്രയും ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് ഓരോ പേഷ്യൻസിന് അല്ലെങ്കിൽ ഓരോ അമ്മയോടും നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറും മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള നമ്മുടെ യോഗ സെക്ഷനും ഒക്കെ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരും വരിക. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നവാസ് ഭായിനെ നേരത്തെ അറിയാം, പിന്നെ വിസ്മനെ ഇപ്പം പരിചയപ്പെട്ടിട്ടുള്ളായിരുന്നു. പക്ഷെ അടിപൊളിയാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തായാലും പുറത്ത് പോയിട്ട് ഒരു എന്താണ് മദർ കെയറിൽ പോയി നിൽക്കുന്ന ഫീൽ ഒന്നും ഉണ്ടാവില്ല. ഒരു കുടുംബത്തിൽ നിൽക്കുന്ന അതേ ഭാര്യ തന്നെ ആയിരിക്കും സംഭവം കിട്ടുക. പിന്നെ മാത്രമല്ല നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാം, ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആക്കാം. താങ്ക് യു സോ മച്ച്.